കഴിഞ്ഞ ദിവസം വന്ന് ഇടയ്ക്കലൊന്ന് 2 കൊട്ട് കൊട്ടി രാവിലെ എല്ലാം കൊട്ടാനുള്ള ഒരു പശ്ചാത്തലമായിരുന്നില്ല. അതെ അതെ, പല പല പ്രകടനങ്ങൾ നടക്കുകയായിരുന്നു. പുറത്തു വന്ന കലാകാരന്മാരുടെ പ്രകടനം ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അധികം ആ കോലാഹലത്തിൽ നമുക്ക് കേൾക്കില്ലായിരുന്നു. അതുകൊണ്ടാണ്. ഇതെടുക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 41 വർഷമായി. 41 years. ഇതിൽ കാണിച്ചു കൂട്ടുന്ന കസർത്തെന്ന് ഞാൻ പറയുന്നത് വേറെ ബഹുമാനക്കുറവുകൊണ്ടല്ല, പക്ഷെ ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളുണ്ട്. ജനഗണമന വായിക്കും, തെച്ച്, അതെ നമ്മളാണ് ചെയ്ത്. അത്തരത്തിൽ എല്ലാ പാട്ടുകളും ഈ ഇടയ്ക്കയുടെ നാദത്തിന് പരിമിതികളും ഉണ്ട്, അത് തന്നെ സാധ്യതകളുണ്ട്. പതിഞ്ഞ നാദമാണ്, സംഗീതം വരുത്തണം. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളെല്ലാം നടത്തിയ വ്യക്തിയാണ് തൃശ്ശൂർ കൃഷ്ണകുമാർ. അപ്പൊ എന്തായാലും ഒന്ന് തുടങ്ങിയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലോട്ട് പോവാം. ഇടയ്ക്ക തുടങ്ങാം. ആദ്യം തന്നെ അച്ഛനെന്ന് വന്നിച്ചോട്ടെ. പിന്നെന്താ, എല്ലാം നിങ്ങൾക്ക് പ്രത്യേകിച്ചും വടക്കുന്നത് ഞങ്ങളുടെ അച്ഛനാ. വടക്കും നാഥ സർവം നടത്തും നാഥ, നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നേതാ. നമിച്ചു. ഇദ്ദേഹത്തെ വണങ്ങാതെ, ഇദ്ദേഹത്തെ നമിക്കാതെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് അല്ലേ? അല്ല, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, തൃശ്ശൂരിൽ എത്തിക്കഴിഞ്ഞാൽ വടക്കുന്നാഥനെ കാണാതിരിക്കാൻ പറ്റില്ല. അതൊരു ഒരു എന്താ, നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന പോലെയാണ്, വിളിച്ചു കൊണ്ടുപോകുന്ന പോലെ. ലോകത്തില്ലാത്ത സംഭവമാണ് പ്രദക്ഷിണ വഴി. ഈ വടക്കുന്നാഥനെ പ്രദക്ഷിണം വയ്ക്കാണ്ട് പോകാൻ പറ്റില്ല. വൺ വേ ആണ് ശരിക്കും. അപ്പോൾ ഒരു സൈഡിലൂടെ പ്രദക്ഷിണം വയ്ക്കാൻ, അപ്രദക്ഷിണം പറ്റില്ല അവിടെ. അപ്പോൾ പ്രദക്ഷിണ വഴി തന്നെ ശരിക്കും ഇവർ തെങ്കാട് ഭഗവാന്റെ ജടയാണത്. ഇത് പ്രദക്ഷിണ വഴിയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും കൈലാസനാഥനാണത്, സാക്ഷാൽ നൃത്തനാഥനാണ്. തൃശ്ശൂരുകാർക്ക് അല്ലേ അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ. ശിവ പേരുന്ന പേര് തന്നെ. ശിവം 3 ശിവന്മാരുടെ എന്ന് പറയാം. 3 ശിവനല്ല, ഇതിനൊരു വിടവയ്ക്കുന്നനാഥൻ എന്ന പേര് തന്നെ. പണ്ട് ഭഗവാൻ, അതിന് ഐതിഹ്യമുണ്ട്. പൂങ്കുന്നത്തിന് ആദ്യം വന്നിരുന്നത് ഋഷഭേശ്വരനെ പറഞ്ഞയച്ചു, എനിക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം പോയി എന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഋഷഭാചലം ഋഷഭക്കുന്നായി ഒന്ന് വിടവിക്കുന്നായി. അങ്ങനെയാണ് വടക്കുന്നാഥൻ ഇവിടെ വന്നിട്ടുള്ളത്. അതിനൊരുപാട് ചരിത്രമുണ്ട്. അത് നമ്മൾ പൂരമായിട്ട് ബന്ധപ്പെട്ടല്ല, എങ്കിലും വടക്കുന്നാഥനാണ് സർവം നടത്തുന്നാഥൻ. അതെ, വടക്കുന്നാഥനാണ് സർവം, വടക്കുന്നാഥനാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. വടക്കുന്നാഥനാണ് ഈ പൂരത്തിന്റെ ഇവന്റ് മാനേജർ. അതെ, ഇവന്റ് മാനേജർ. ഓക്കെ, മനോഹരമായിട്ടുള്ള കാഴ്ചകൾക്കാണ് പ്രേക്ഷകരും ഞാനും എല്ലാവരും, എൻ്റെ സഹോദരരും എല്ലാം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആളുകൾ ഒഴുകിയെത്തുന്നു, ആനകൾ ഒഴുകി എത്തുന്നു. കണിമംഗലം ശാസ്താവ് ഇപ്പോൾ കടന്നു പോയതേയുള്ളൂ. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ തൃശ്ശൂർ കൃഷ്ണകുമാർ. അദ്ദേഹം ഇടയ്ക്കയിൽ ഡോക്ടറേറ്റ് നേടിയ കലാകാരനാണ്. മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ച വ്യക്തി കൂടിയാണ്. ഡോക്ടർ തൃശ്ശൂർ കൃഷ്ണകുമാറിനെ ഈ പ്രഭാതത്തിൽ നമുക്ക് അതിഥിയായി കിട്ടിയത് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കൊരു പെർഫോമൻസോട് കൂടി തുടങ്ങാം. ഓക്കെ, എല്ലാവർക്കും അറിയുന്നൊരു പാട്ട് തന്നെയാവാം. തെച്ചി മന്ദാരം തുളസി അല്ലേ? ഇതെങ്ങനെ ഇത്ര എന്താ പറയണ്ടേ, അതെ, ഈ ഇടയ്ക്കയുടെ ശബ്ദം അത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെങ്ങനെ ഈ പാട്ടിന്റെ വഴിയെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്? അത് ഈ ഇടത്തേക്കയുടെ കുറ്റി, മരത്തിന്റെ കുറ്റി മൂവിനനുസരിച്ച് സ്വരം മാറും. അത് സാധാരണ ഗമകം താളമായിട്ടാണ് എല്ലാവരും ഉപയോഗിക്കാറ്. ഈ ഇടയ്ക്ക് മാത്രം ടോക്കിംഗ് ഡ്രം എന്ന് പറയും. അപ്പോൾ അതിന്
ഒരു ശ്രുതി തന്ത്രിവാദ്യമാണ് ശരിക്കും. ഇതിന് മാത്രമേ സാധ്യതയുള്ളൂ. വേറെ താളവാദ്യങ്ങളിൽ സ്വരങ്ങൾ വായിക്കാൻ എല്ലാ സ്വരങ്ങൾ വായിക്കാൻ പറ്റുന്ന വാദ്യങ്ങളില്ല. അത് നമ്മുടെ കേരളത്തിൻ്റെ വരദാനമാണത്. അത് ഈ കുറ്റി മൂവിനനുസരിച്ച് സ്വരം മാറ്റണം. പിന്നെ നമ്മുടെ ദൈവം അച്ഛൻ തന്ന ഞാനും ഇതിൽ സ്ഥിരം പരീക്ഷണങ്ങൾ നടത്താറ് ഒന്നുണ്ട്. ഒരുവിധം അതിനാണ് ഈ ഡോക്ടറേറ്റൊക്കെ തന്നത്. നാടകങ്ങളൊക്കെ ആയാലും സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഫ്യൂഷൻ. താങ്കളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്തൊക്കെ? ഈ ഇതിൽ വായിക്കാവുന്ന എല്ലാ ഓട്ടനുള്ളതിലും കഥകളിയിലും എല്ലാ വിധ കലകൾക്ക് വേണ്ടി വായിക്കാറുണ്ട്. വിദേശത്ത് പോയാൽ ഫ്യൂഷൻ, കളരിപ്പയറ്റിന് എല്ലാം വായിക്കാറുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കാവുന്ന എല്ലാ മേഖലയും നമ്മൾ ചെയ്യാന്നുള്ളത് അധികം ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. വളരെ അപൂർവമാണ്. ഞാൻ ചെയ്തു പറയുമ്പോൾ അഹങ്കാരമല്ല, വളരെ അപൂർവം ആൾക്കാരേ ഉള്ളൂ. ഇടയ്ക്ക് കണ്ടാവുന്ന പെരുക്കുക എന്നൊരു ചൊല്ലാണ് എല്ലാവരും പറയുക. ഈ ആവശ്യമുള്ളൂ. പാട്ട് മനസ്സിലായില്ലേ? അത് നമുക്ക് വായിക്കാമെന്നുള്ളത് നമ്മൾ ചെയ്യണ്ടേ. അതിന് സ്കോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് വളരെ അപൂർവമാണ് ചെയ്യാൻ ആൾക്കാർ. പണ്ട് പൂർവ്വസ്ത്രീകളായിട്ടുള്ള പലരെ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. പിന്നെ തൃപ്പൂണിത്തുറ കൃഷ്ണദാസേട്ടനാണ് കൂടുതൽ അത് പ്രശസ്തിയിലേക്ക് വന്നത്. ദാസേട്ടൻ്റെ അങ്ങനെയുള്ള ജയേട്ടൻ്റെ ഗാനം മറ്റേ റെക്കോർഡ്സിൽ വായിച്ചത്. അങ്ങനെ അതിൻ്റെ ഒരു പിൻവഴിയായിട്ട് ഞാനും തുടരുന്നു. അതിന് എൻ്റെ കോൺട്രിബ്യൂഷൻ അതാണ്. ഇതിനു വേണ്ടി എന്നും ചെയ്യും. അമ്പലപ്പുഴ ആവാം. പാട്ടും കൂടി ഉണ്ടാവൂല്ലേ? അങ്ങനെ പാട്ട് പാടുമ്പോൾ വന്ദേ മുകുന്ദ വരെ ചെയ്യാം. എല്ലാവർക്കും അറിയുന്നതല്ലേ? വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. ദ്വാപര ചന്ദ്രിക ചർച്ചിതമാ നിന്റെ ദ്വാരകാപുരിയെവിടെ? പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളും എവിടെ? ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലനാത്മപ്രണാമം. പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥ്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. ഇത്രയും പറയുന്നത് സ്നേഹസതീർത്ഥ്യനാം പ്രേമസ്വരൂപന്റെ ആ കർവകില്ലേ കാൽക്കലൻ ക്ലാസ് തന്നെയായി.